10 പൈസ സഹായം ചെയ്യരുത്. 10 പൈസ സഹായം ചെയ്യുകയും ചെയ്യില്ല. ചെയ്യുന്നവനൊക്കെ ഇല്ലേ നമ്മളെ ഓടിക്കാൻ വേണ്ടി നോക്കുക വേണ്ടത്. ഞാൻ പറയുന്ന വേറെയൊന്നുമല്ല. ഇപ്പോൾ 2 ദിവസമായിട്ട് അച്ചായൻസ് ഗോൾഡ് എന്ന് പറയുന്ന ഒരാൾ, അയാൾ ആരോടും 10 പൈസ വാങ്ങിച്ചിട്ടോ അല്ലെങ്കിൽ വേറൊരു തട്ടിപ്പ് നടത്തിയിട്ടോ ഒന്നുമല്ല. അയാൾ ചിലപ്പോൾ കൊണ്ടു കൊടുക്കുന്നത് 1 കിലോ അരിയായിരിക്കും, അല്ലാതെ ഒരു വലിയ ലക്ഷങ്ങളായിട്ട് കൊണ്ടു കൊടുക്കുന്നൊന്നുമില്ല. അത് അദ്ദേഹം ആ നാട്ടുകാരെ കാണിക്കുന്നുണ്ട്, ശരിയാണ്, അയാളുടെ ചാനലിലൂടെ കാണിക്കുന്നുണ്ട്, അതിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിനിടയ്ക്ക് ഞാൻ കണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയാൾ ഏതോ ഒരു വീടെടുത്ത് കൊടുത്തപ്പോഴേ ആ വീട്ടുകാർ തന്നെ പദ്ധതിയുടെ വീടിൻ്റെ ഉള്ളിലും അവരുണ്ടായിരുന്നു എന്നുള്ള ഒരു ഇതും വെച്ചിട്ട് അച്ചായൻ വീടെടുത്ത് കൊടുക്കുന്നത് തട്ടിപ്പാണ് എന്ന് പറഞ്ഞിട്ട് അയാളെ കുറച്ച് ആൾക്കാർ വന്നിങ്ങനെ എടുത്തിട്ട് അലക്കുന്നുണ്ട്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഈ പറയുന്ന ടീമുകൾ 10 പൈസ ഒരാൾക്ക് കൊടുക്കുമോ? ഒരു ചായ മേടിച്ച് കൊടുക്കുമോ? അല്ലെങ്കിൽ ഭിക്ഷക്കാർ പോകുമ്പോൾ അവരെടുക്കുന്ന നീട്ടിയിട്ട് അവരെ തിന്നുന്നല്ലാണ്ട് അവർക്ക് അങ്ങോട്ട് കൊടുക്കുന്ന പരിപാടിയില്ലാത്ത ടീമുകളാണ്. അവരാണ് വന്നിട്ട് ഈ അച്ചായൻ വീടെടുത്ത് കൊടുത്തു എന്ന് പറയുന്ന ഒരു സ്ത്രീ ആ കുടുംബം മറ്റൊരു സ്ഥലത്തും കണ്ടു എന്നുള്ള ഒരു വീഡിയോയും എടുത്ത് വന്നിട്ട് പറയുന്നത്. ആദ്യം തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ളൊരു കാര്യം ഞാൻ പറയാം, എനിക്ക് തോന്നിയതാണ്, തെളിവൊന്നുമില്ല. അതായത് ഈ അച്ചായൻ പോകുമ്പോഴും ചിലപ്പോഴൊരു വീട് ഇങ്ങനെ മുടങ്ങി കിടക്കുന്നുണ്ടാകും. ആ വീട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഈ നമ്മളെ വെയിറ്റ് ഷെഡിന് കൊടുക്കുന്നത് 20 ലക്ഷമാണ്. പക്ഷേങ്കിൽ നമ്മൾ 3-4 ആൾക്കാർ താമസിക്കേണ്ട വീടിന് കൊടുക്കുന്നത് 4 ലക്ഷം 5 ലക്ഷം ഉറുപ്പ്യങ്ങാറ്റാണ് കൊടുക്കുന്നത്. ഇതെത്രയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. 4 ലക്ഷം എന്നാണ് പറയുന്നത് കേട്ടത്. അപ്പോൾ അതിന് ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ചില വീടിന് തറ പോലും ആവില്ല. പിന്നെ അവരെന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ പൈസയും അതുപോലെ തന്നെ ആരെങ്കിലും സഹായിച്ചതും പിന്നെ സ്വർണവും ഇതെല്ലാം വിറ്റിട്ടാണ് നല്ലൊരു വീടാക്കി എടുക്കുന്നത്. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എന്താ ഇത്. പിന്നെ ചില സർക്കാർ എന്ന് പറഞ്ഞാൽ നേരിട്ട് എടുത്തു കൊടുക്കുന്ന ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം ഞാനിപ്പോഴും ഇത് വീഡിയോ എടുക്കുന്നതിന് മുന്നേ എൻ്റെ ഒരു സുഹൃത്തിനോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു കുറേ പൈസ ഞങ്ങൾ വിട്ടിട്ടുണ്ട്, ഞങ്ങൾ വിട്ടിട്ടാണ് ഈ വീട് ഇങ്ങനെ ആക്കിയത് എന്ന് പറയുന്നുണ്ട്. അപ്പം അതുപോലെ ഈ അച്ചായൻ കുറച്ച് പൈസ കൊടുത്തതും അതുപോലെ ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടിയ പൈസയും ഇതൊക്കെ എടുത്തിട്ടുള്ള ഒരു വീടാണെങ്കിൽ മിക്കവാറും തന്നെ ലൈഫ് മിഷൻ പദ്ധതിക്കാർ വന്ന് ചാവി കൊടുക്കുമ്പോൾ ആ കുടുംബാടി ഉണ്ടാകും. അത് ഉറപ്പ് തന്നെയാണ്. അത് നമുക്കറിയില്ലല്ലോ ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ എന്താണെന്ന്. ഇനിയിപ്പോൾ ഈ സ്ത്രീയും അതുപോലെ അച്ചായനും തട്ടിപ്പ് നടത്തിയാണോ എന്ന് നമുക്കറിയില്ല. അതിന് പറയേണ്ട അച്ചായൻ പറയുന്നത് എന്താ വെച്ചാൽ ഞാൻ ഒരു തട്ടിപ്പ് പോലും നടത്തിയിട്ടില്ല എന്നാണ് അയാൾ ആണയിട്ട് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ സ്ത്രീ വന്നത് എന്ന് നോക്കിയപ്പോൾ ഞാൻ ഇന്ന് രാവിലെ മുതൽ ഇതിൻ്റെ പുറകിലായിരുന്നു. എനിക്ക് തോന്നിയൊരു കാര്യം, ഇല്ലെങ്കിൽ ആ സ്ത്രീ തന്നെ വന്ന് പറയണം ഇങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്, ആ കുടുംബം തന്നെ വന്ന് പറയാൻ വേണ്ടത്. അല്ലാതെ എടുത്തു കൊടുക്കുന്ന ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ആരെയെങ്കിലും സഹായിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു മനുഷ്യനെ നിങ്ങളെല്ലാവരും ഇപ്പം നന്മപരം ബോച്ചയാന്ന് പറയുന്നുണ്ടല്ലോ. ഈ ബോച്ച ഏടിയാടോ നന്മ ചെയ്യുന്ന ഇപ്പോഴും കാണുന്നേ ഇല്ലല്ലോ. എന്താ ബോച്ച മുങ്ങിയ? അല്ല, അറിയാതുകൊണ്ട് ഇരിക്കുന്നതാണ്. മറ്റേന്ന് പറഞ്ഞാൽ എവിടെയുണ്ടെങ്കിലും ബോച്ച ഉണ്ടാവുമല്ലോ. ഇപ്പം ബോച്ചേനെ കാണുന്നില്ലല്ലോ. ഇതാണ് ഞാൻ പറഞ്ഞേ, ഒരു മനുഷ്യന്മാരുടെ പോലും തുകയെടുക്കാതെ അയാൾ കൊണ്ടുപോയി സഹായിക്കുന്നുണ്ടെങ്കിൽ ആ മനുഷ്യനെ നമ്മൾ നിരുത്സാഹപ്പെടുത്തുവാണോ വേണ്ടത്? അയാൾ കാരണം ഒരാൾ ചിരിക്കുന്നുണ്ടെങ്കിൽ ആ മനുഷ്യനെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ മനുഷ്യനെ നമ്മൾ ഇങ്ങനെയൊരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അയാളോട് വിളിച്ചു പറയും ഇങ്ങനെയൊരു ഇതുണ്ടല്ലോ, എന്താ അച്ചായ സംഭവിച്ചതെന്ന് ചോദിക്കാം. കാരണം മനുഷ്യന്മാരാണ്. ഇപ്പം നമ്മളിപ്പോഴും സോഷ്യൽ മീഡിയയിൽ നമ്മളൊരാൾ സഹായവും അഭ്യർത്ഥിച്ച് വിളിക്കുമ്പോൾ പല ആൾക്കാരും നമ്മളെ വിളിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നുണ പറഞ്ഞ് വാങ്ങിക്കുന്ന ആളുണ്ടാകും. എന്തിനധികം പറയുന്നത് ചാരിറ്റി എന്ന് പറഞ്ഞിട്ട് പണ്ട് വീടും കുടിയില്ലാത്ത ടീമുകൾ പിന്നീട് എന്ന് പറഞ്ഞ് 3000-4000 സ്ക്വയർ ഫീറ്റ് വീടുകളിൽ താമസിക്കുന്ന എങ്ങനെയാണ്? ഈ ചാരിറ്റി കണ്ടവൻ്റെ പൈസ നക്കിയിട്ട് തന്നെയല്ലേ? അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനിടയ്ക്ക് ഒരുത്തന് പിന്നെന്തോ ആർക്കും അസുഖമാണെന്ന് പറഞ്ഞു, അവൻ ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടിയിലാണ് നടക്കുന്നതെന്നാണ് കേൾക്കുന്നത്. അതായത് അവൻ്റെ വീട്ടിലുള്ള അസുഖവും മാറി, പിന്നെ അവന് വീടെടുക്കേണ്ട പൈസയും കടമ്പേണ്ട പൈസയും ഓടി വാങ്ങിക്കേണ്ട പൈസ വരെ അവന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടുകാരുടെ സ്ഥിതി. അവിടെയാണ് ഈ അച്ചായൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒരാളെടുക്കുന്നു 10 പൈസ വാങ്ങിക്കാതെ അയാളുടെ ഒരു ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഒരു വീട് കൊടുക്കുന്നത്. അങ്ങനെ 40 വീടാണ് അയാൾ കൊടുത്തു എന്ന് പറയുന്നത്. അപ്പോഴേക്ക് ഇവർക്ക് എല്ലാവർക്കും എന്താണെന്നറിയാം, ഈ വീടിൻ്റെ എല്ലാം കണക്ക് കിട്ടണം, ഈ വീട് എവിടെയിലാണ് കൊടുത്തതെന്ന് അറിയണം, ഈ വീട് എന്താണ് ചെയ്തതെന്ന് അറിയണം. ഇനിയിപ്പോഴും ഇയാൾ കുറേ അരിയും സാധനങ്ങളും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്, ഇനിയിപ്പോൾ അതിനെതിരെ എന്തെങ്കിലും ഉണ്ടോ അതും പറയാൻ പറ്റൂല. അപ്പോൾ ഇങ്ങനെ കുറേ ആൾക്കാരുടെ നമുക്ക് കൊടുക്കാൻ കഴിയില്ലെങ്കിൽ നമ്മളെന്താ ചെയ്യേണ്ടതെന്നറിയാം, മിണ്ടാതിരിക്കുകയാണ് വേണ്ടത്. അല്ലാതെ കൊടുത്തവന് എന്തെങ്കിലും ഒരു കുറ്റം, ഇനി അവൻ എന്തെങ്കിലും കുറ്റം ഉണ്ടോ? ഒരു 3-4 ദിവസം ഈ അച്ചായൻ്റെ പുറകെ നടന്നിട്ടായിരിക്കും ഇനി എന്തെങ്കിലും കുറ്റമുണ്ടോ? കിട്ടിപ്പോയി എന്ന് പറഞ്ഞിട്ട് ആ കുറ്റെടുത്ത് തലയിൽ വെച്ചിട്ട് പിന്നെ അങ്ങേരെ അങ്ങ് വളരെ മോശക്കാരനാക്കുക. അങ്ങേര് ഇപ്പോഴും പറയുന്നുണ്ട് അങ്ങേര് ഒളിവിലൊന്നും പോയിട്ടില്ല, അല്ലെങ്കിൽ അയാളുടെ സാമ്പത്തിക സ്ഥിതി നശിച്ചിട്ടുമില്ല. പക്ഷെ ഇതിൻ്റെ പുറകിൽ ഞാൻ പറയുന്നത് എന്താണെന്നറിയാം, ജ്വല്ലറിക്കാരാണ്, സ്വർണ്ണ കച്ചവടക്കാർ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ജനങ്ങളെ കൊള്ളയടിക്കുന്നത് ഈ സ്വർണ്ണ കച്ചവടക്കാരാണ്. നിങ്ങൾക്കറിയാലോ, ഈ മഞ്ജു വാര്യറും മോഹൻലാലും മറ്റേവരൊന്നും വെറുതെ വന്ന് ഫ്രീ ആയിട്ട് പരസ്യം ചെയ്യില്ല. 4 ലക്ഷങ്ങൾ കോടികൾ എണ്ണിക്കൊടുക്കണം അവർക്ക്.
അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രകാശ് വർമ്മ നമ്മളെ പിന്നെ ജോർജ് ഏട്ടനാ മറ്റേ സിനിമയിൽ അഭിനയിച്ചില്ലേ, ഏത് നമ്മളെ മോഹൻലാലിൻ്റെ തുടരും എന്ന് പറയുന്ന സിനിമയിൽ ജോർജ് ഏട്ടൻ, അയാൾ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു പരസ്യത്തിന് വാങ്ങിക്കുന്ന 3 കോടി ഉറുപ്പ്യ എന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഞെട്ടിപ്പോയി. എൻ്റെ പറിച്ച തമ്പുരാനെ, ഇതെല്ലാം നമ്മളെ പൈസയല്ലടോ. ഒരു പ്രൊഡക്റ്റിന് ഒരു ജ്വല്ലറിക്കാരൻ ഇപ്പോഴൊരു പരസ്യം അയാൾ ഏൽപ്പിക്കുന്നത്, അയാൾ കേരളത്തിലെ പ്രധാനപ്പെട്ട സ്വർണ്ണക്കടക്കാർക്കെല്ലാം വേണ്ടിയിട്ട് പരസ്യം ചെയ്യുന്നതാണ്. അങ്ങനെ പരസ്യം ഏൽക്കുമ്പോൾ അയാൾ ഏറ്റെടുക്കുന്ന 2, 3, 4 കോടി രൂപയാന്ന് പറഞ്ഞാൽ ഈ പരസ്യത്തിന് ചിലവത്രയാടോ. ഒരു സിനിമ എടുക്കുന്നതിനെക്കാട്ടിയും കൂടുതലാണ് ഈ പരസ്യത്തിന് ചിലവ്. ആ പൈസ വെച്ചു ആരെടുക്കുന്നതെന്ന് ഇവർ വിഴുങ്ങുന്നത്, നമ്മളെടുക്കുന്നത് തന്നെയല്ലേ. ആ ഒരു ഇതിലാണ് അച്ചയൻസ് ഗോൾഡ് എന്ന് പറയുന്നയാൾ യാതൊരു പരസ്യവും ഇല്ലാതെ അയാളുടെ തുകകൾ, ഇതിന് കണ്ടെത്തുന്ന തുകകൾ ലക്ഷങ്ങളും കോടികളും മുടക്കിയിട്ട് ഉദ്ഘാടനം നടത്താതെ അയാൾ ഇതിന് കണ്ടെത്തിയ തുകകൾ പാവങ്ങൾക്ക് കൊടുത്തുകൊണ്ട് അവരവിടുന്ന് ഇങ്ങനെ അയാൾ അങ്ങനെ പരസ്യം പിടിക്കുമ്പോൾ ഇവിടെയുള്ള കുറേ ആൾക്കാർക്ക് ദഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇയാളുടെ പുറകെ നടന്നിട്ട് ഇമാതിരി തോന്നിയവാസം കാണിക്കുന്നതെന്ന് എനിക്ക് പറയാൻ കഴിയുള്ളൂ. എനിക്ക് തോന്നിയൊരു കാര്യം ഇത് തന്നെയാണ്. ഈ ഒരു പദ്ധതിയിൽ അവർക്ക് അങ്ങനെ ഒരു പദ്ധതിയിൽ ആളുണ്ടെങ്കിൽ ആ ഒരു സ്ത്രീ ആ ഒരു കുടുംബം അവർ വന്നിട്ടാണ് നേരിൽ പറയേണ്ടത്. ഇവന്മാരെല്ലാവരും കൂടിയിട്ട് ഈ അച്ചായൻ എന്ന് പറയുന്നവനെ തകർക്കാൻ നോക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ലോകം തെച്ചു ഇയാൾ വീടിങ്ങനെ കൊടുത്ത് ഇയാൾ ചാരിറ്റി ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ കടയിൽ നിന്നും സ്വർണം വാങ്ങിക്കാൻ ആളുണ്ടാവില്ല എന്ന് ഇവർക്ക് എല്ലാവർക്കും അറിയാം. അതായത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, ഈ സ്വർണത്തിൻ്റെ വില കൊണ്ടൊന്നല്ല ഇവരെല്ലാവരും ജീവിക്കുന്നത്. പണിക്കൂലി എന്ന് പറയുന്ന ഇതിൽ നമ്മളെടുക്കുന്ന ഒരുപാട് ബുദ്ധിങ്ങിയിട്ട് തന്നെയാണ്. അല്ലാതെ നിങ്ങളെന്താ വിചാരിക്കുന്നത് നമ്മളെ നന്നാക്കാൻ വേണ്ടിയിട്ടാണെന്നാ? അതുകൊണ്ട് ഈ പരസ്യത്തിന് കൊടുക്കുന്ന പൈസ ജനങ്ങൾക്ക് ഡിസ്കൗണ്ട് കൊടുത്തുകൂടെയോ? അത് കൊടുക്കത്തില്ല, ഒരുത്തം കൊടുക്കത്തില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരുത്തം പോലും കൊടുക്കത്തില്ല. പണ്ട് ഒരു ഹോട്ടലിൻ്റെ ഉദ്ഘാടനം അയാൾ അന്ന് നോക്കിയപ്പോൾ സിനിമാ താരങ്ങളെല്ലാം 3 ലക്ഷം രൂപയും 4 ലക്ഷം രൂപയും പറയുന്നതെന്നാണ് പറയുന്നത് കേട്ടത്. അങ്ങനെ എല്ലാവരും ഈ ചുരുങ്ങിയതെന്ന് പറഞ്ഞാൽ 1 ലക്ഷം രൂപ കൊടുക്കണം പോലും. അങ്ങനെയാണെങ്കിൽ ഇയാൾ വിചാരിച്ചു സിനിമാ താരങ്ങൾ വന്നിട്ട് അന്നത്തെ ഒരു ദിവസം കൊണ്ട് പോകും, അത് വേണ്ട. അന്നത്തെ ഒരു ദിവസം എന്ത് ചെയ്തു ഇയാൾ? ചെല്ലുന്നവർക്കെല്ലാം 1 രൂപയ്ക്ക് ബിരിയാണി, അവരാണ് ഉദ്ഘാടനം. ഈ 3 ലക്ഷം രൂപ അയാൾ അങ്ങനെ നോക്കിയപ്പോൾ അവിടെ ഒരുപാട് പേരുടെ വിശപ്പ് മാറി. അതുപോലെ തന്നെ ഒരുപാട് പേർക്കെന്ന് പറഞ്ഞാൽ ആ ഒരു ദിവസം ഭക്ഷണം കഴിക്കാൻ പറ്റി. 1 രൂപ കൊണ്ട് കൊടുത്തു. 1 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ഒരു ഇത് മാത്രമാണ്. കാരണം ഒരു സാധനം കഴിക്കുമ്പോൾ ഫ്രീ ആണ് കഴിക്കുന്നത് എന്നുള്ളൊരു ചിന്ത വേണ്ട. അതുകൊണ്ട് 1 രൂപക്ക് ഭക്ഷണം കൊടുത്തു. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. അതാണ് നിങ്ങൾ മനസ്സിലാക്കിയത്. ചില ആൾക്കാർ കൊട്ടി ആഘോഷിച്ചിട്ട് കോടികളും ലക്ഷങ്ങളും മുടക്കിയിട്ട് എന്താ പറയേണ്ടത്, ബേക്കും ഫ്രണ്ടും അങ്ങനെയെല്ലാം കാണിച്ച് കുറേ ഡാൻസും തുള്ളുന്ന കുറേ ആൾക്കാരെയും കൊണ്ടുവന്ന് അങ്ങനെ കാണിക്കുന്നതിൽ നല്ലത് പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തൂടെ? പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗുണം ഉണ്ടാവൂലേ? ഇത് ചില ആൾക്കാർ എന്ന് പറയുന്നത് ഇതിനെങ്ങനെ മുടക്കം വരുത്തണം, ഒരാൾ ചെയ്യുമ്പോൾ ഇതെങ്ങനെ അങ്ങനെ തകർക്കണം, പണ്ടാരടങ്ങിപ്പോണം. അതാണ് ഇവന്മാരുടെ എല്ലാം ചിന്ത. ഒരാളെ പോലും നന്നാകാൻ വിടരുത്, ഒരാളെ പോലും കൊടുക്കാൻ വിടരുത്. അതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പൊന്നു മക്കൾ, ഇതിൻ്റെ സത്യം അയാൾ വന്ന് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ കുടുംബങ്ങൾ വന്ന് പറയണം. അതായത് നിങ്ങൾ ശരിക്കും അച്ചായനെ പറ്റിച്ചോ, അല്ലെങ്കിൽ അച്ചായൻ നിങ്ങളെ പറ്റിച്ചോ, എങ്ങനെയാണ് ഈ ഒരു പദ്ധതിയിൽ കിട്ടിയ വീടിൻ്റെ അടുത്ത് നിങ്ങൾ വന്നിട്ട് ആ ചാവി മേടിക്കുമ്പോൾ അച്ചായൻ തന്ന വീടായിട്ട് നിങ്ങൾ കാണിക്കുന്നു, ഈ വീടായിട്ട് കാണിക്കുന്നത് എങ്ങനെയെന്ന് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തണം. അതാണ് വേണ്ടത്. ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം, ഇങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ നിരുത്സാഹപ്പെടുത്താതിരിക്കുക. കാരണം ഇനി എന്തിനായാലും ശരി, ഒരുത്തനെ ചിരിപ്പിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതൊരു വലിയ സന്തോഷം തന്നെയാണ്. നന്ദി, നമസ്കാരം.